ഹായ്. യാത്രക്കിടയിൽ അവിടെ വന്ന അടഞ്ഞു കിടന്ന ഒരു ക്ഷേത്രമാണ്. യാത്രക്കിടയിൽ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം കണ്ട ഒരു ക്ഷേത്രമാണ്. അടഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രമേ ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ഷേത്രമാണ് തോന്നുന്നില്ല. കാരണം കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കുറച്ച് അത്യാവശ്യം വൃത്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ ആരാധനകൾ നടക്കുന്ന, അങ്ങനെ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൊത്തം കാട് പിടിച്ച് ഒരു കാവൊക്കെ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഒരു വനത്തിനകത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ആൽമരമുണ്ട്. അതായത് മേൽക്കൂര പൊളിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തൂടെ ആൽമരം മേളിലോട്ട് പോയേക്കാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ആൽമരം ഈ ക്ഷേത്രത്തിനുണ്ട്. പ്രാവശ്യം പീലി വിരിച്ചിട്ടില്ല. പീലി വിരിക്കാതെ തന്നെ അടുത്തൊരു മയില് കുട്ടനെ കണ്ടിട്ടുണ്ട്. നല്ല പീലിയുള്ള അടിപൊളി ആളെ ഞാൻ കാണിച്ചു തരാം. ക്ഷേത്രത്തിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് ആള്. പീലിയൊക്കെ നല്ല പീലിയാണ് കേട്ടോ. നല്ല മനോഹരമായ പീലിയാണ്. പക്ഷെ വിരിക്കാറായിട്ടില്ല. പക്ഷെ കാട്ടിനകത്തോട്ട് കയറി പോവുകയാണ്. തമിഴ്നാട്ടിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു സംസ്കാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ആചാര അനുഷ്ഠാനമാണ്. അതായത് ഇതൊരു പുളിമരമാണ് കാണുന്നത്. ഈ പുളിമരവും ഒരു ആലുമരവും ഉണ്ട്. അപ്പോൾ ഈ പുളിമരത്തേൽ ഇങ്ങനെ പട്ട് ചേലകളൊക്കെ ചുറ്റി അതിൽ കുപ്പി വളകളെല്ലാം ഇട്ട് അങ്ങനെ ഒരു ആചാര അനുഷ്ഠാനമുണ്ട്. അമ്മൻ എന്നാണ് പറയുന്നത്. പുളിമരം അതുപോലെ തന്നെ വേപ്പുമരം എപ്പോഴും ഇവർക്ക് അമ്മനാണ് തമിഴ്നാട്ടുകാർക്ക്. അപ്പോൾ അതിലുള്ള ഒരു ആചാര അനുഷ്ഠാനമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്ഷത്തെ ദൈവമായിട്ട് കരുതി പോരുന്ന ഒരു ആചാരാനുഷ്ഠാനം.